പ്രഭാഷകന്റെ പുസ്തകം ആമുഖം. ഗ്രന്ഥകർത്താവിനെയും ഗ്രന്ഥത്തിൻ്റെ ഉദ്ദേശ്യത്തെയും കുറിച്ചുള്ള സൂചനകൾ ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്തുനിന്ന് ലഭിക്കുന്നു. ജെറുസലേംകാരനായ സീറാക്കിൻ്റെ മകൻ യേശു തൻ്റെ ജ്ഞാനത്തിൻ്റെ ബഹിർപ്രകാശമനുസരിച്ച് ഈ ഗ്രന്ഥത്തിലുള്ള അന്യാപദേശങ്ങളും ജ്ഞാനസമ്പൂർണമായ ഉപദേശങ്ങളും എഴുതി. ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ ഗ്രീക്ക് വിവർത്തനം സീറാക്കിൻ്റെ പുത്രൻ യേശുവിൻ്റെ വിജ്ഞാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. BC 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഗ്രന്ഥരചന നടന്നത്. സുഭാഷിതങ്ങളുമായി വളരെ സാമ്യമുള്ള ഈ ഗ്രന്ഥത്തിൽ ദീർഘകാലത്തെ വിശുദ്ധ ഗ്രന്ഥ ധ്യാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചിന്തകളാണുള്ളത്. ഘടന, സാൻമാർഗിക നിർദ്ദേശങ്ങൾ, ഇസ്രായേലിലെ മഹാന്മാരുടെ കീർത്തനം, കൃതജ്ഞതാസ്തോത്രം, വിജ്ഞാന തീക്ഷ്ണതയെക്കുറിച്ച് ഗീതം. അധ്യായം 1. മുഖവുര. നിയമവും പ്രവാചകന്മാരും അവരെ പിന്തുടർന്നവരും വഴി നമുക്ക് മഹത്തായ അനവധി പ്രബോധനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ലഭിച്ച ഈ പ്രബോധനങ്ങൾക്കും ജ്ഞാനത്തിനും ഇസ്രായേൽ നമ്മുടെ പ്രശംസ അർഹിക്കുന്നു. എന്നാൽ ഇവ വായിക്കുന്നവർക്ക് മാത്രം അറിവ് ലഭിച്ചാൽ പോരാ. അറിവ് നേടുന്നതിൽ താല്പര്യമുള്ളവർ തങ്ങളുടെ വാക്കും തൂലികയും മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമായ വിധത്തിൽ ഉപയോഗിക്കണം. ആകയാൽ എൻ്റെ പിതാമഹൻ യേശു നിയമവും പ്രവാചകന്മാരും നമ്മുടെ പിതാക്കന്മാരുടെ ഇതര ഗ്രന്ഥങ്ങളും സശ്രദ്ധം വായിക്കുകയും നല്ല പാണ്ഡിത്യം സമ്പാദിക്കുകയും ചെയ്തതിനു ശേഷം ജ്ഞാനത്തെയും പ്രബോധനത്തെയും സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ എഴുതാൻ പ്രേരിതനായി. അറിവ് സമ്പാദിക്കുന്നതിൽ താല്പര്യമുള്ളവർ ഈ ഗ്രന്ഥം ശ്രദ്ധാപൂർവം പാരായണം ചെയ്ത് നിയമമനുസരിച്ച് ജീവിക്കുന്നതിൽ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കണം എന്നതാണ് ഗ്രന്ഥകർത്താവിൻ്റെ ലക്ഷ്യം. ഈ ഗ്രന്ഥപരിഭാഷ ഞങ്ങൾ കഴിയുന്നത്ര ശ്രദ്ധയോടെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലെ ചില പദപ്രയോഗങ്ങൾ വേണ്ടത്ര സൂക്ഷ്മതയില്ലാത്തതായി തോന്നിയേക്കാം. എങ്കിലും നിങ്ങൾ ഇത് സന്മനസ്സോടും ഏകാഗ്രതയോടും കൂടെ പാരായണം ചെയ്യണമെന്ന് ഞങ്ങൾ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. ഹെബ്രായ ഭാഷയിൽ ആവിഷ്കരിച്ച ആശയം മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അതേ ആശയം മുഴുവൻ ഉൾക്കൊണ്ടുവെന്ന് വരികയില്ല. ഈ കൃതി മാത്രമല്ല, നിയമവും പ്രവാചകന്മാരും മറ്റു ഗ്രന്ഥങ്ങളും മൂലത്തിലെ പ്രതിപാദനത്തിൽ നിന്ന് കുറച്ചല്ല വ്യത്യസ്തമായിരിക്കുന്നത്. എവു എർഗത്തസിൻ്റെ 38-ാം ഭരണവർഷം ഞാൻ ഈജിപ്തിൽ വന്ന് കുറച്ചുകാലം താമസിച്ചു. അക്കാലത്ത് പഠനത്തിന് എനിക്ക് നല്ലൊരവസരം കൈവന്നു. ക്ലേശം സഹിച്ച് യത്നിക്കേണ്ടി വന്നാലും ഈ ഗ്രന്ഥം പരിഭാഷപ്പെടുത്തുക അത്യന്താപേക്ഷിതമാണെന്ന് എനിക്ക് തോന്നി. വിദേശത്ത് വസിക്കുന്നവരും നിയമമനുസരിച്ച് ജീവിക്കാൻ വേണ്ട അറിവ് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരുമായ ആളുകൾക്ക് വേണ്ടി അക്കാലത്ത് അതീവ ശ്രദ്ധയോടും പാടവത്തോടും കൂടി ഈ പരിഭാഷ പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കാൻ ഞാൻ തയ്യാറായി. അധ്യായം 1. ജ്ഞാനത്തിൻ്റെ രഹസ്യം. സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു. അത് എന്നേക്കും അവിടത്തോടു കൂടെയാണ്. കടൽ തീരത്തെ മണൽത്തരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്കു കഴിയും? ആകാശത്തിൻ്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിൻ്റെ ആഴവും നിർണയിക്കാൻ ആർക്കു സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിൻ്റെ വേരുകൾ ആർക്കു വെളിപ്പെട്ടിരിക്കുന്നു? അവളുടെ സൂക്ഷ്മമാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായി ഒരുവനേയുള്ളൂ. ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു. ദൈവഭക്തി. മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ അവസാനം ശുഭമായിരിക്കും. മരണദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു.
മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ്. അവൾ തൻ്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു, അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ തായ്വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അതു കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തൻ്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവൻ്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ. കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപട ഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിൻ്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും. അധ്യായം 2. കർത്താവിൽ ആശ്രയിക്കുക. എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിൻ്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ. വീഴാതിരിക്കാൻ വഴി തെറ്റരുത്. കർത്താവിൻ്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവിൻ. പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിൻ്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ഭീരുത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപടജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല. അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. ദൈവമായ കർത്താവിന് സ്തുതി.